അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഈ 3 കലാകാരന്മാരെയും തേടി മേശപ്പുറത്തിരിക്കുന്നത്. കലാരംഗത്ത് വരാൻ മടിച്ചു നിന്ന ഈ 3 പേരെയും എത്രയോ തവണ സൂണൻ മാഷ് തള്ളിവിട്ടിട്ടുണ്ട്. മനുഷ്യന്മാർ തള്ളിപ്പിടിച്ചോണ്ടിരിക്കുന്നത്. ഷോർട്സും റീൽസും എടുത്ത് ഈ കലാകാരന്മാർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എത്രയോ തവണ അവരെ സാമ്പത്തികമായി ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഈ മാസവും മൈക്ക് വാങ്ങാൻ പറ്റില്ല. മാഷിന് ചായ കുടിക്കാൻ ഒരു 500 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ മതി. വല്ലപ്പോഴും മുടിയൊക്കെ വെട്ടി അടിച്ചെനിക്ക് കുഴിവെക്കളെ. കള്ളക്കളവൻ എപ്പോ നോക്കിയാലും കറുപ്പും വെള്ളയും ഷർട്ട് വിട്ട് ദൈ അടിച്ച് നടക്കും. എന്നിട്ടാണ് അങ്ങനെ എന്റെ മുടിയെ കുറ്റാൻ പറയാം. 60കളുടെ വസന്ത. സാറേ, എന്റെ മോനൊന്നും പഠിക്കത്തില്ല, അവൻ കലയൊന്നും പറഞ്ഞ് നടക്കുകയാണ്, രക്ഷപ്പെടുമോ എന്തോ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അവൻ കലയുണ്ട്, അവൻ വളരും, അവൻ വളർന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ചെറുക്ക നടക്കണം. നന്നാവായിരിക്കും അല്ലേ സാറേ? എവിടെ വന്നോ? ചെറുതായി PSC വിട്. സിനിമ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ചെറുപ്പക്കാരായിരുന്നു ഈ 3 പേരും. ഓട്ടണേ നമ്മുടെ നാടിന്റെ മുന്നോമനകളായ ഈ കലാകാരന്മാർ തന്നെ പറയട്ടെ, ഇനിയില്ല. നമസ്കാരം. ഇവിടെ നമ്മുടെ സുഗുണം മാഷ് പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. നമ്മളൊന്നുമല്ലായിരുന്ന കാലത്ത് നമ്മളെ പുച്ഛിക്കുകയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരെയും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ട്രോഫി സമർപ്പിക്കുന്നത്. യവന്മാരുദ്ദേശിച്ചത് എന്നെയാണോ? മാഷിനല്ല, ശരിക്കും ഉദ്ദേശിച്ചത് ഇയാളെ തന്നെയാ. ഇതുപോലുള്ള സുഗുണൻ മാഷ് എല്ലായിടത്തും ഉണ്ടാവും.